നമസ്കാരം. ഒന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയെ പ്രത്യേക താല്പര്യത്തോടുകൂടി സംരക്ഷിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെ തീരപ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവരെല്ലാം തന്നെ ഇന്നലെ വരെ അവരുടെ ജീവിത രീതികളിൽ നിന്നും മാറി ഇന്ന് ഒരു നവ കേരളത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നത് സന്തോഷപൂർവ്വം പറയാൻ കഴിയും. ഞാൻ പുതുക്കുറിച്ചി കടൽ തീരത്ത് താമസിക്കുന്ന വ്യക്തിയായിരുന്നു. ഓഗി ദുരന്തത്തിൽ എൻ്റെ വീടും കടൽക്ഷോഭത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ഗവൺമെൻറ്റായിട്ട് അന്വേഷണത്തിന് വന്നു. ആ ലിസ്റ്റിൽ വന്നത് പ്രകാരം പുനർഗേഹ പദ്ധതിയിൽ ലഭിച്ച വീടാണിത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നവർക്ക് നിരനിരയായിരിക്കുന്ന ഓലക്കുടിലുകൾ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് കാണാനുണ്ടോ? ഓടിട്ട പുര പോലും കാണാനില്ല. എല്ലാം വാർത്ത കെട്ടിടങ്ങളാണ്. ഇത് ഭാവനാസമ്പന്നമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടായതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എല്ലാ വർഷവും കാലവർഷം ആരംഭിക്കുമ്പോൾ കടൽക്ഷോഭവും കൂടെ വരും. അതോടൊപ്പം തീരമേഖലയിൽ ദുരിതങ്ങളും. സംസ്ഥാനത്തെ നിർധനരായ 450 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്ന പദ്ധതി കഴിഞ്ഞ ജൂലൈയിലായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിനായി 48.75 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് നാളിത്ര കഴിഞ്ഞിട്ടും വീട് നൽകിയത് 50-ൽ താഴെ കുടുംബങ്ങൾക്ക് മാത്രം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടുമെന്നുള്ള പദ്ധതി പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഉള്ള വീട് പൊളിച്ച് കളഞ്ഞിട്ട് തറയിട്ട് വെച്ചിട്ടുണ്ട്. അത് മുകളിലേക്ക് പൊക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കടലാക്രമണവും ഇടിമിന്നലേറ്റുണ്ടാകുന്ന അപകടങ്ങളും സർക്കാരിൻ്റെ ഭാഷയിൽ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുന്നതല്ല. വെള്ളപ്പൊക്കവും വരൾച്ചയും കൃഷിനാശവും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷാവർഷം കടൽക്ഷോഭത്തെ തുടർന്ന് സർവ്വതും നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കാര്യമായ പരിഗണന ലഭിക്കാത്തത്. അവിടെ തൊഴിലുപകരണങ്ങളിലായാലും കടലാക്രമണം മൂലം നഷ്ടപ്പെടുന്ന ഭൂമിയുടേതായാലും ഇതൊന്നും പ്രകൃതി ദുരന്തത്തിൽ പെടുന്നില്ല. ഇത് തന്നെ തീരെ ഈ പറയുന്ന കടലോരവാസികളോടുള്ള മത്സ്യത്തൊഴിലാളികളുള്ള ഏറ്റവും വലിയ അവഗണനയും നിന്ദയുമാണ്. ശക്തികുളങ്ങര സെന്റ് ജോൺ ബ്രിട്ടോ കോളനിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് വീടിനായി കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നത്. ഓലയും ഷീറ്റും മേഞ്ഞ വീടുകൾ പലതും നിലംപൊത്താറായ നിലയിലാണ്. മക്കളെ വീടും കൂടും ഒന്നുമില്ല. ഞങ്ങൾ ദേശം വിട്ട് പരദേശികളായിട്ട് ഓടി ഇവിടെ വന്ന് എത്തിയതാ. ഞങ്ങൾ കണ്ണുനീരിലും കടമായ്പിലും പ്രയാസത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഞങ്ങൾ ജീവിക്കുക. ഞങ്ങൾക്കൊരു മാടമാണ് വേണ്ടിയത്. എൻ്റെ വീടെന്ന് പറയുന്നത് എലിയും കയറി തുരണ്ടി മൊത്തം നാശമായി കിടക്കുന്നതാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് മൊത്തം വെള്ളം വീഴുകയാണ്. ആ വെള്ളം വീണ് കിടക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ചെവി കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത ഭാര്യയും മോളും. അതുകൊണ്ട് ഈ സേഫ്റ്റിയായുള്ള വീട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ എപ്പോൾ കിട്ടിയാലും ശരി തന്നെ നാളെ താക്കോൽ കിട്ടിയാണോ അതിന് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇപ്പം അതേ കണക്ക് കാറ്റ് വന്ന് ഞങ്ങൾ ഈ പെരയെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. ഞങ്ങൾക്ക് അവിടെ താമസിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എവിടെങ്കിലും മാടം ഞങ്ങൾക്ക് ശരിയായി കിടക്കുന്ന പറയാതെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാറ്റണം, അടുത്ത കാറ്റും മഴയും വരുന്നതിന് മുമ്പ്. നിരന്തരം വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് കടൽക്ഷോഭത്തിന് ഇരയാകുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ദുരിത ജീവിതം. തകർന്ന വീടിന് മുന്നിൽ വിലപിക്കുന്നവർ ഇനിയുണ്ടാകരുത് എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. അടച്ചുറപ്പുള്ള ഒരു വീട് മത്സ്യത്തൊഴിലാളികളുടെ എക്കാലത്തെയും സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് പിണറായി സർക്കാർ. തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത കാരണം തന്നെ കടലിനടുത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും? അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. വീടുകളുടെ കാര്യത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ തന്നെയാണ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീരദേശത്തെ ഭവനരഹിതർക്കായി പുനർഗേഹം പദ്ധതിയിലൂടെ വൻ മാറ്റമാണ് LDF സർക്കാർ കൊണ്ടുവന്നത്. വേലിയേറ്റ രേഖയ്ക്കുള്ളിൽ താമസിച്ചിരുന്ന 5422 കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങളും ഫ്ളാറ്റുകളും നൽകി. പദ്ധതിയുടെ ഭാഗമായി 2760 വ്യക്തിഗത ഭവനങ്ങളും 738 ഫ്ളാറ്റുകളും പൂർത്തിയാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറി. 788 ഫ്ളാറ്റുകളുടെയും 1186 വ്യക്തിഗത ഭവനങ്ങളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ തീരദേശത്തെ 16,768 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീടുകൾ കൈമാറി. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് സിമന്റ് ഗോഡൌണിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി 400 ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന അത്യാധുനിക സമുച്ചയം നിർമ്മിച്ച് കൈമാറി. പണ്ടത്തെ വീട് പോലെയല്ല, ഒരു റൂമല്ല, 2 റൂമും ഉണ്ട്, നല്ല സൗകര്യങ്ങളും ഉണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. മുമ്പത്തെ വീട് സാധാരണ കുറേ ഫാമിലി എല്ലാം ആയിട്ട് അങ്ങനെ ഒന്നിച്ച് കൂട്ടുകുടുംബം എല്ലാം ആയിട്ടുള്ളത്. ഇവിടെ കുറച്ച് സൗകര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരുമാതിരി വീടൊക്കെ ആയി. മുമ്പത്തെ വീട്ടിൽ സൗകര്യമില്ല. മണ്ണ് പണ്ടത്തെ മണ്ണ് ആ വീടാണ്. ആ വീട്ടിലാണ് നമ്മൾ താമസം ഉണ്ടായത്. മഴക്കാലത്ത് അത് ഇടിഞ്ഞ് താഴെ വീഴുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ മഴക്കാലത്ത് ഭയങ്കര പേടിയാണ്. കടൽ വന്നിട്ട് എല്ലാം കൊണ്ടുപോയില്ലേ, നമ്മളെ ആധാരവും അതെല്ലാം പോയില്ലേ, നമുക്കൊന്നും ഉണ്ടായിട്ടാ. പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി വന്നതിനെ കൊണ്ട് നമുക്ക് ഒരു വീടായി. 2016 LDF സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പോലെ മത്സ്യത്തൊഴിലാളികളും ദുരിതക്കടലിന് നടുക്കായിരുന്നു. മന്ത്രിയും സർക്കാരുമുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ. കടലാക്രമണം രൂക്ഷമായപ്പോൾ പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരദേശവാസികൾക്ക് നഷ്ടപ്പെട്ടത് ജീവിത സമ്പാദ്യം. ഒടുവിൽ ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലുമെത്തി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിരവധി തവണയാണ് ക്യാമ്പിലെത്തുന്നത്. ഇതിനിടയിൽ ഭരണാധികാരികളെത്തി നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാറുമില്ല. ഇത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം മാത്രം മതിയാ. ഞങ്ങളുടെ കുട്ടികളൊരിടത്ത്, ഞങ്ങളൊരിടത്ത്, ഞങ്ങളുടെ ഭർത്താവ് ഒരിടത്ത്, അങ്ങനെ ഒരു ജീവിതമാണ്. ഞങ്ങളുടെ വീട് ആകപ്പാട് പോയി കിടക്കുന്നു. ഞങ്ങൾ കടവും ഇടമൊക്കെ മേടിച്ച് സ്വരുമ കൂട്ടിയതാണ് വീട്. അതിപ്പോൾ ഇല്ലായ്മയായി കിടക്കുന്നു. ആകെ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ. ഞങ്ങളൊരാളായിട്ടിരിക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയാൻ വയ്യ. 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായി UDF സർക്കാർ ആകെ 2039 കോടി രൂപ ചിലവഴിച്ചു. അതേസമയം 2016-17 മുതൽ 2020-21 വരെയുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3018 കോടി രൂപയാണ് ചിലവഴിച്ചത്. 48% വർധനവ്. 2016-17 മുതൽ 2023-24 വരെയുള്ള LDF സർക്കാരിൻ്റെ കാലയളവിൽ മത്സ്യബന്ധന മേഖലയ്ക്കായി മുൻ UDF സർക്കാർ ചിലവഴിച്ചതിനേക്കാൾ ഇരട്ടി, അതായത് മൊത്തം 5081 കോടി രൂപ ചിലവഴിച്ചു. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ചിലവഴിച്ചതിനേക്കാൾ 149% കൂടുതലാണ്. ഇനി പറയൂ, മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ച UDFനെ വീണ്ടും അധികാരത്തിൽ ഏറ്റണോ? മാറ്റം തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഒറ്റ ശബ്ദത്തിൽ പറയും, പിണറായി സർക്കാർ തുടരണമെന്ന്. 2011-16 കാലത്തെ UDF സർക്കാരും അതിനുശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക മാത്രം പരിശോധിച്ചാൽ മതി. മത്സ്യബന്ധന മേഖലയോട്, മത്സ്യത്തൊഴിലാളികളോട് 2 സർക്കാരുകളുടെയും സമീപനം എന്താണ് എന്നറിയാൻ. 149% കൂടുതലാണ് UDF സർക്കാരിനേക്കാൾ LDF സർക്കാർ മത്സ്യബന്ധന മേഖലയിൽ ചെലവഴിച്ചത്. ഭൂമി വാങ്ങി വീട് നിർമ്മിക്കുന്നതിന് 10 ലക്ഷം രൂപ ഈ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു.
മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ള കാലയളവിൽ മത്സ്യത്തൊഴിലാളികളുടെ അന്നത്തിനു വേണ്ടി നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുന്നു. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ യഥാർത്ഥ ഇരകൾ അവരുടെ കുട്ടികളാണ്. കടൽക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. അത് തിരിച്ചറിഞ്ഞ് പുതുതലമുറയുടെ സംരക്ഷണം ഏറ്റെടുത്ത സർക്കാരാണ് LDF സർക്കാർ. +2 അതിന് മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ തീരം എന്ന പദ്ധതി 9 ജില്ലകളിലെ 46 നിയമസഭാ മണ്ഡലങ്ങൾ നടന്നു വരികയാണ്. MLA മാർ ചെയർമാൻമാരായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും ഈ പരിപാടി നടക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ എൻട്രൻസ് പരിശീലനത്തിന് 1.2 ലക്ഷം രൂപ വരെ ധനസഹായം നൽകി. 104 പേർക്ക് MBBS പ്രവേശനം സാധ്യമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ മെഡിക്കൽ കോഴ്സുകളിൽ 104 പേർക്കും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ 264 പേർക്കും പ്രവേശനം ലഭിച്ചു. ചരിത്രത്തിലാദ്യമായി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്ന പദ്ധതിയും നടപ്പിലാക്കി. ഇതുവരെ 45 കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് പഠിപ്പിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 274 കോടി 14 ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് പഠിക്കുവാൻ അവൻ ഏതറ്റം വരെ പഠിച്ചാലും അതിനുള്ള ധനസഹായം കേരള സർക്കാർ നൽകുന്നു. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വരുന്ന വർഷം കേരളത്തിലെ 139 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾ ഡോക്ടർമാരാകാൻ പോകുന്നു. എന്നും രോഗങ്ങളുടെ പിടിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കരയിലെ മനുഷ്യർ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ തോടുകളിലൂടെ നദികളിലൂടെ ചെന്നടിയുന്നത് കടലിലാണ്. കടൽക്കരയിലെ ജീവിതം അതുകൊണ്ട് തന്നെ രോഗാതുരവും ദുരിതപൂർണവുമാക്കുന്നു. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ 17,884 വോളണ്ടിയർമാരുടെ സഹായത്തോടെ 1,54,316 കിലോ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. ഇന്ത്യക്ക് തന്നെ മാതൃകയായ പ്രവർത്തനമാണ് ഫിഷറീസ് വകുപ്പ് നടത്തിയത്. മാരക രോഗങ്ങൾ ബാധിച്ച 2064 ഗുണഭോക്താക്കൾക്കായി 5,57 ലക്ഷം രൂപ വിതരണം ചെയ്തു. അപകട ഇൻഷുറൻസ് തുക 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തി. മത്സ്യഫെഡിലെ അംഗങ്ങൾക്ക് അധികമായി 10 ലക്ഷം രൂപ ലഭിക്കുന്നതിലൂടെ ആകെ 20 ലക്ഷത്തിന്റെ പരിരക്ഷ സർക്കാർ ഉറപ്പാക്കി. 4000 കോടി രൂപയുടെ ഒരു പദ്ധതി ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ വർഷം ഈ വർഷം 502 കോടി രൂപയുടെ നിർമ്മാണ പദ്ധതികളാണ് ക്ഷേമ രംഗത്തും വികസന രംഗത്തുമായി കേരളത്തിൻ്റെ തീരമേഖല മത്സ്യമേഖല നടപ്പാക്കാൻ പോകുന്നത്. ഫിഷറീസ് മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തീരത്തെ ഹാർബറുകളും അതുപോലെ തന്നെ ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളെല്ലാം മോഡേണൈസ് ചെയ്യുന്ന വലിയ ഒരു ബൃഹത് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഒരു ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇടനിലക്കാരുടെ ചൂഷണമാണ് മത്സ്യമേഖലയുടെ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം. മത്സ്യബന്ധനത്തിലെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണ്. ജീവൻ പണയം വെച്ച് കടലിൽ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്നും ദാരിദ്ര്യം മാത്രം. ഇതിനും വിരാമമായി പിണറായി സർക്കാരിൻ്റെ കാലത്ത്. UDFൻ്റെ കാലത്ത് ഇതിൽ പലതും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനല്ല ഉപകരിച്ചിരുന്നത്, മറിച്ച് അവരെ ചൂഷണം ചെയ്യുന്നതിനാണ് ഇടത്തട്ടുകാരും മറ്റുമെല്ലാം ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ മത്സ്യ മാർക്കറ്റുകളൊക്കെ ചൂഷകന്മാരുടെ കൈകളിലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരായിരുന്നു. ആ ചൂഷണത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ മത്സ്യഫെഡ് വഴിയും ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും വളരെ ആശ്വാസകരമായ പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മുടെ മത്സ്യത്തൊഴിലാളി മാർക്കറ്റുകളെല്ലാം നവീകരിച്ച് ഇനിയും അതിൻ്റെ പദ്ധതിയും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ധന വില വർധനവ്, ആവശ്യത്തിന് മണ്ണെണ്ണ ലഭിക്കാതിരിക്കുക, നിരവധി പ്രശ്നങ്ങളായിരുന്നു മത്സ്യമേഖലയ്ക്ക്. ഇതെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. UDF സർക്കാരിൻ്റെ കാലത്ത് വന്ന വാർത്തകൾ മാത്രം മതി. എന്താണ് UDFൻ്റെ സമീപനം മത്സ്യമേഖലയോട് എന്ന് മനസ്സിലാക്കാൻ?
മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള വരുമാനമാണ് ലക്ഷദ്വീപ് നിവാസികളുടെ പ്രധാന ജീവിതമാർഗം. ദ്വീപിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ചെറുകിട ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ വൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ദ്വീപിൽ മണ്ണെണ്ണയുടെ വില ഇരട്ടിയാക്കാനാണ് ദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ നീക്കം. ഫിഷറീസിന് ഇതുവരെ ഞങ്ങൾക്ക് മണ്ണെണ്ണ ഇതുവരെ കിട്ടൂലെന്ന് കഴിഞ്ഞാൽ 72 രൂപയാണ് അവർ വില പറയുന്നത്. അത് എവിടെയും ഇല്ലാത്തൊരു റേറ്റും, പിന്നെ ഇതുവരെ ഞങ്ങൾക്കൊരു ബില്ല് പോലും ഞാനും തരുകയില്ലേ. അങ്ങനാകുമ്പോൾ ഓടിക്കൊണ്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അത് പിന്നെ മണ്ണെണ്ണയുടെ ദുർബലമാണ് കാരണം. പിന്നെ സൊസൈറ്റിക്കാർ എന്തെങ്കിലും റേഷൻ കാർഡ് എന്തെങ്കിലും തന്നെങ്കിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യമേഖലയിലെ മാറ്റം അറിയണമെങ്കിൽ മത്സ്യോൽപാദനത്തിൽ വന്ന വർധനവ് മാത്രം നോക്കിയാൽ മതി. മത്സ്യമേഖലയിലുണ്ടായ സമഗ്ര പുരോഗതി മത്സ്യോൽപാദനത്തിലും വർധനവ് ഉണ്ടാക്കി. അളവിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ ഇന്ന് കേരളം. എന്നാൽ മൂല്യത്തിൽ 2-ാം സ്ഥാനത്ത്. 590 കിലോമീറ്റർ തീരപ്രദേശമുള്ള കേരളത്തിൽ സമുദ്ര മത്സ്യബന്ധനം പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കോവിഡ് അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് മത്സ്യ ഉൽപാദനം ഇരട്ടിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ കേരളത്തിലെ മൊത്തം മത്സ്യ ഉൽപാദനം 7.27 ലക്ഷം ടണ്ണായിരുന്നു. 2021-22 9.19 ലക്ഷം മെട്രിക് ടണ്ണായി ഇത് വർദ്ധിച്ചു. അതിപ്പോഴും തുടരുന്നു. കേരളത്തിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയിൽ വർധനവ് രേഖപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ കയറ്റുമതി 4,644 കോടി 46 ലക്ഷം രൂപയായിരുന്നു. 2023-24 7,231 കോടി 84 ലക്ഷം രൂപയായി ഇത് വർദ്ധിച്ചു. 56% വർധനവ്. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന്റെ അടിസ്ഥാന കാരണം മത്സ്യബന്ധന തുറമുഖങ്ങളിലുണ്ടായ വികസനമാണ്. ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മത്സ്യബന്ധന തുറമുഖങ്ങൾ വികസിപ്പിച്ചു LDF സർക്കാർ. 11 തുറമുഖങ്ങളാണ് LDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇന്നത് 25ആയി. 11 തുറമുഖങ്ങളുടെ വർധനവ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 മത്സ്യബന്ധന തുറമുഖങ്ങളാണ് കമ്മീഷൻ ചെയ്തത്. 2011 വിഴിഞ്ഞം, 2015 ചെറുവത്തൂരും. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 മത്സ്യബന്ധന തുറമുഖങ്ങൾ കമ്മീഷൻ ചെയ്തു. തലായി, ചേറ്റുവ, മുതലപ്പൊഴി, കൊയിലാണ്ടി, മഞ്ചേശ്വരം, വെള്ളയിൽ, താനൂർ, ചെല്ലാനം എന്നിവയാണ്. ഇതിനു പുറമെ ചെത്തി, പരപ്പനങ്ങാടി, പൊഴിയൂർ, പുതിയങ്ങാടി എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. തീരദേശ റോഡുകൾക്കായി ഉമ്മൻചാണ്ടി സർക്കാർ ചിലവഴിച്ചത് ആകെ 501 കോടി രൂപയായിരുന്നു. LDF സർക്കാർ 1,172 കോടി രൂപയാണ് ചിലവഴിച്ചത്. തീരദേശ ഹൈവേക്ക് പുറമെയാണിത്. അപകടം നിറഞ്ഞ മേഖലയാണ് മത്സ്യബന്ധന മേഖല. കാലാവസ്ഥാ വ്യതിയാനം പലപ്പോഴും പെട്ടെന്നുള്ള കടൽക്ഷോഭങ്ങൾക്ക് കാരണമാകാറുണ്ട്. അത് അപകടം വിതയ്ക്കാറുമുണ്ട് കടലിലും കരയിലും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് നിരവധി പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം മാത്രം മതി അത് എന്താണ് എന്ന് അറിയാൻ. ഒരു സാധനത്തിനും പലിശയില്ല. ഏതൊരു സ്ഥാപനത്തിലും 1000 രൂപ പോയി എടുത്താലും പലിശയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പലിശ കൊടുക്കുന്നത് ഭരിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു 6 മാസം പണി ചെയ്ത് ബില്ലെഴുതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ഇൻഷുറുണ്ട്. അതിൽ എന്താ പറയുക, കടലിൽ വെച്ച് മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാശും കിട്ടും. കാറ്റും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് കടൽ കടന്ന് പോണ്. അവിടെ ഈ കോളോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ GPS എന്ന് പറയുന്ന സാധനമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റ് ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ദിശ നോക്കി യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഫംഗ്ഷനൊക്കെ എല്ലാം ഉണ്ട്. സർക്കാർ തന്നിട്ടുള്ള ഒരു ഇത് തന്നെയാണ് GPS. അപ്പോൾ നമ്മളെല്ലാ വള്ളത്തിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. ഏത് കാറ്റും മഴയൊക്കെ വന്നിരുന്നാലും നമ്മളിത് നോക്കി കര വന്ന് ചേരാൻ വേണ്ടിയിട്ട് പറ്റും.
ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മത്സ്യബന്ധന ബോട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു LDF സർക്കാർ ആദ്യം ചെയ്തത്. GPS, ലൈഫ് ബോയ്, മറൈൻ റേഡിയോ എന്നിവയ്ക്ക് പുറമെ 47 കോടി രൂപ ചെലവഴിച്ച് 12,991 ട്രാൻസ്പോണ്ടറുകൾ സൗജന്യമായി നൽകി. വിഴിഞ്ഞം, വൈപ്പിൻ, ബേപ്പൂർ തുറമുഖങ്ങൾ കേന്ദ്രമാക്കി മറൈൻ ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തി. പ്രീമിയം തുകയുടെ 90% സർക്കാർ നൽകി 15,150 ബോട്ടുകൾക്ക് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തി. അപകട ഇൻഷുറൻസ് 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തി. സുരക്ഷിതമായ ഭവനം, സുരക്ഷിതമായ മത്സ്യബന്ധനം, കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസം എന്നിവയിലൂടെ 335 മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ മുഖച്ഛായ മാറ്റുകയാണ് പിണറായി സർക്കാർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മത്സ്യബന്ധന മേഖലയിൽ സമാനതകളില്ലാത്ത മാറ്റമാണ് ദൃശ്യമായത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതോടൊപ്പം മക്കളുടെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ ലോകത്തിന് മാതൃകയാണ് ഇന്ന് കേരളം. ഈ ഭരണം ഇനിയും തുടരണം. ഈ മാറ്റം ഇനിയും മുന്നോട്ട് പോകണം. അതിനായി ഒന്നായി തുടരാം നവകേരളത്തിനായി.